ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത് കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോऽസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 48ാമത്തെ ദശകം നോക്കാം. നളകൂബര മണിഗ്രീവന്മാരുടെ ശാപമോക്ഷം. ഒന്നാമത്തെ ശ്ലോകം. മുദാസുരൗഘൈസ്ത്വമുദാരസമ്മതൈരുദീര്യദാമോദര ഇത്യഭിഷ്ടുത മൃദൂദര സ്വൈരമുലൂഖലേലഗന്നദൂരദോദൗ കകുഭൗദൈക്ഷത. പദമുറിച്ച് പറയാം. മുദാ സുരൗഖൈഃ ത്വം ഉദാരസമ്മതൈഃ ഉദീര്യ ദാമോദര ഇതി അഭിഷ്ടുതഃ മൃദു ഉദരഃ സ്വൈരം ഉലൂഖലേ ലഗൻ അദൂരതഃ ദ്വൗ കകുഭൗ ഉദൈക്ഷതാഃ. ഉദാരസമ്മതൈഃ സുരൗഖൈഃ അത്യന്തം സന്തോഷത്തോടുകൂടിയ ദേവസമൂഹത്താൽ ദാമോദരഃ ഇതി ഉദീര്യ ദാമോദരൻ എന്ന് സംബോധന ചെയ്ത് മുദാ അഭിഷ്ടുതഃ സന്തോഷത്തോടെ സ്തുതിക്കപ്പെട്ട് മൃദു ഉദരഃ മൃദുവായ വയറോടുകൂടിയ ത്വം അവിടുന്ന് സ്വൈരം ഉലൂഖലേലകൻ സുഖമായിട്ട് ഉരലിൽ പറ്റിച്ചേർന്ന് നിന്നിട്ട് അദൂരതഃ അധികം ദൂരെയല്ലാതെ ദ്വൗ കകുഭൗ രണ്ട് മരുതുവൃക്ഷങ്ങളെ ഉദൈക്ഷതാഃ ദർശിച്ചു. അപ്പോൾ ദേവന്മാർ ഭഗവാനെ സ്തുതിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ദശകത്തിൽ നിർത്തിയത്. അപ്പോൾ അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഭഗവാനെ ദാമോദരൻ എന്ന് വിളിച്ചുകൊണ്ട്, എന്ന് പറയുമ്പോൾ ദാമ ഉദരേ യസ്യ സഹ ദാമോദരഃ വയറ്റത്ത് കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ടവൻ എന്നർത്ഥം. മൃദു ഉദരഃ മൃദുവായ വയറ് എന്ന് പറയുമ്പോൾ കൊച്ചുകുട്ടികളുടെ വയറ് എത്രമാത്രം മൃദുവായിരിക്കും അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ കുഞ്ഞിന് അസ്വസ്ഥത ഉണ്ടാവേണ്ടതാണ്. എന്നാൽ ഭഗവാൻ ഇവിടെ അമ്മയുടെ ആ ബന്ധനത്തെയും ആസ്വദിച്ചുകൊണ്ട് സുഖമായിട്ട് ആ ഉരലിൽ അങ്ങനെ പറ്റിച്ചേർന്ന് നിന്നിട്ട് ഉരലിൽ നേരത്തെ ഒളിപ്പിച്ച് വെച്ച, അപ്പോൾ നേരത്തെ വെണ്ണ തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് യശോദ അവിടുന്ന് ഓടി വരുന്നത്. അപ്പോൾ ആ അമ്മയെ കണ്ടപ്പോൾ അമ്മ കാണാതെ ഉരുളിന് ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച ആ വെണ്ണ അതെടുത്തിട്ട് കുറേശ്ശെയായിട്ട് ഇങ്ങനെ ആസ്വദിച്ച് അകത്താക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ അധികം ദൂരെയല്ലാതെ നിൽക്കുന്ന രണ്ട് മരുത് വൃക്ഷങ്ങളെ കാണുകയാണ്. അപ്പോൾ ഈ കഴിക്കണേൻ്റെ ഇടയ്ക്ക് ആ വൃക്ഷങ്ങളെ ഭഗവാൻ അങ്ങനെ കാണുകയാണ്. ഇനി രണ്ടാമത്തെ ശ്ലോകം. കുബേരസൂനുർനളകൂബരാഭിധ പരോ മണിഗ്രീവ ഇതി പ്രഥാം ഗത മഹേശസേവാധിഗത ശ്രിയോന്മദൗ ചിരം കില ത്വദ്വിമുഖാവഖേലതാം. പദമുറിച്ച് പറയാം. കുബേരസൂനുഹു നളകൂബര അഭിതഃ പരഃ മണിഗ്രീവ ഇതി പ്രഥാം ഗതഃ മഹേശസേവ അധിഗത ശ്രിയ ഉന്മദൗ ചിരം കില ത്വത് വിമുഖ അവഖേലതാം. നളകൂബര അഭിതഃ നളകൂബരൻ എന്നു പേരായ കുബേരസൂനുഹു വൈശ്രവണ പുത്രൻ മണിഗ്രീവ ഇതി പ്രഥാം ഗതഃ മണിഗ്രീവൻ എന്ന് പ്രസിദ്ധനായ പരഹ മറ്റൊരുവൻ. അപ്പോൾ വൈശ്രവണ എന്ന് പറയുമ്പോൾ വൈശ്രവണൻ്റെ തന്നെ മറ്റൊരു പുത്രൻ. മഹേശസേവ അധിഗത ശ്രിയ ഉന്മദൗ ശ്രീ പരമേശ്വരനെ സേവിച്ചതുകൊണ്ട് ലഭിച്ച സൗന്ദര്യം, സമ്പത്ത് എന്നിവ കൊണ്ട് വർദ്ധിച്ച അഹങ്കാരത്തോടു കൂടിയവരായിട്ട് ത്വത് വിമുഖൗ അങ്ങയിലെ വൈമുഖ്യത്തോടെ ചിരം അഖേലതാം കില കുറച്ചു കാലം അങ്ങനെ കളിച്ച് നടന്നു. അപ്പോൾ വൈശ്രവണൻ്റെ പുത്രന്മാരായ നളകൂബരനും മണിഗ്രീവനും പരമേശ്വരനെ സേവിച്ച് പരമശിവനെ സേവിച്ച് നേടിയെടുത്ത സൗന്ദര്യം, സമ്പത്ത് എന്നിവ കൊണ്ട് അധികരിച്ച അഹങ്കാരത്തോടു കൂടിയവരായിട്ട് ഗുരുവായൂരപ്പ ഭഗവാനെ അങ്ങയെ തിരിഞ്ഞു നോക്കാതെ വളരെ കാലം അങ്ങനെ കളിച്ചു നടന്നു എന്ന് പറയുമ്പോൾ ശിവഭക്തരായിരുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാനിലേക്ക് അധികം ശ്രദ്ധ ഉണ്ടായിരുന്നില്ല, ഭഗവത് ഭക്തി തീരെ ഉണ്ടായിരുന്നില്ല എന്നിവിടെ പറയുകയാണ്. അപ്പോൾ കുറേ കാലം ഭഗവാനെ തിരിഞ്ഞു നോക്കാതെ നടന്നു എന്നർത്ഥം.
ഇനി മൂന്നാമത്തെ ശ്ലോകം. സുരാഭഗായാം കില തൗ മദോത്കടൗ സുരാഭഗായത് ബഹുയൗവതാവൃതൗ വിവാസസൗ കേളിപരൗ സ നാരദോ ഭവത്പദൈക പ്രവണോ നിരൈക്ഷതാം. പദമുറിച്ച് പറയാം. സുര അപഗായാം കില തൗ മദ ഉത്കടൗ സുര അപഗായത് ബഹുയൗവത ആവൃതൗ വിവാസസൗ കേളിപരൗ സ നാരദഃ ഭവത്പദ ഏക പ്രവണഃ നിരൈക്ഷത. മദ ഉത്കടൗ മദ്യപാനം കൊണ്ടുള്ള മദത്താൽ ഉദ്ധതന്മാരും സുര ഉപകായത് മദ്യപിച്ച് പാട്ടുപാടുന്ന ബഹുയൗവത ആവൃതൗ അനേകം യുവതീ സമൂഹത്താൽ ആവൃതൗ ചുറ്റപ്പെട്ട് വിവാസസൗ വിവസ്ത്രരായിട്ട് വസ്ത്രം ധരിക്കാതെ സുരാപകായാം സുര അപകായാം സുരദേവന്മാർ അപക എന്ന് പറയുമ്പോൾ നദി ദേവന്മാരുടെ നദി ഗംഗ സുരാപകായാം ഗംഗാനദിയിൽ കേളിപരൗ തൗ കളിച്ചുകൊണ്ടിരിക്കുന്ന തൗ അവരെ എന്ന് പറയുമ്പോൾ മണിഗ്രീവനെയും നളകൂബരനെയും ഭവത് പദ ഏക പ്രവണഃ അങ്ങയിൽ മാത്രം മനസ്സിനെ ഉറപ്പിച്ചിരിക്കുന്ന സ നാരദഃ ജഗത് പൂജ്യനായ നാരദ മഹർഷി നിരൈക്ഷതാക്കില കാണുകയുണ്ടായല്ലോ. അപ്പോൾ മദ്യപാനം കൊണ്ട് മതോന്മത്തരായ ആ നളകൂബരനും മണിഗ്രീവനും സുന്ദരികളായ യുവതികളാൽ ചുറ്റപ്പെട്ട് പാട്ടും ആട്ടവും ഒക്കെ ആയിട്ട് ഉടുവസ്ത്രം പോലുമില്ലാതെ ഗംഗാനദിയിൽ ക്രീഡിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഗുരുവായൂരപ്പ അങ്ങയുടെ തൃപാദത്തിൽ തന്നെ എപ്പോഴും മനസ്സ് വെച്ചുകൊണ്ടിരിക്കുന്ന സർവ്വജനങ്ങളും പൂജിക്കപ്പെടുന്ന നാരദ മഹർഷി അത് കാണുകയുണ്ടായി. ഇനി നാലാമത്തെ ശ്ലോകം. ഭിയാ പ്രിയാലോകമുപാത്തവാസസം പുരോ നിരീക്ഷ്യാഭിമദാന്ധചേതസൗ ഇമൗ ഭവദ്ഭക്ത്യുപശാന്തി സിദ്ധയേ മുനിർജഗൗ ശാന്തി മൃദേ കുതസുഖം. പദമുറിച്ച് പറയാം. ഭിയാ പ്രിയാലോകം ഉപാത്തവാസസം പുരഃ നിരീക്ഷ്യ അഭി മദ അന്ധചേതസൗ ഇമൗ ഭവത് ഭക്തി ഉപശാന്തി സിദ്ധയേ മുനിഃ ജഗൗ ശാന്തിം ഹൃദേ കുതഃ സുഖം. ഭിയ ഉപാത്തവാസസം ഭയം കൊണ്ട് ഉപാത്തവാസസം വസ്ത്രമെടുത്തുടുത്ത പ്രിയാലോകം സുന്ദരികളെ പുരഃ നിരീക്ഷ്യ അഭി മുന്നിൽ കണ്ടിട്ടും മത അന്ധചേതസ മതം കൊണ്ട് ഉന്മത്തരായ വിവേകം നഷ്ടപ്പെട്ട ഇമൗ ഇവര് രണ്ടുപേരും ഭവത് ഭക്തി ഉപശാന്തി ഇവർ രണ്ടുപേർക്കും ഭവത് ഭക്തി ഉപശാന്തി സിദ്ധയെ അങ്ങയിൽ ഭക്തി ഉണ്ടാകാനും ഉപശാന്തി സിദ്ധയെ നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കാനും വേണ്ടിയിട്ട് മുനിഹി ജഗൗ നാരദ മഹർഷി പറഞ്ഞു. ശാന്തി മൃദേ കുത സുഖം ശാന്തി കൂടാതെ സുഖം എവിടെ? തൗ ദൃഷ്ട്വാ മതിരാമത്തൗ ശ്രീമദാന്തൗ സുരാത്മജൗ തയോരനുഗ്രഹാർത്ഥായ ശാപം ദാസ്യന്നിദം ജഗൗ. ഭാഗവതം. ഗംഗാനദിയിൽ വസ്ത്രമില്ലാതെ നളകൂബരൻ മണിഗ്രീവൻ എന്ന 2 യക്ഷന്മാരോടുകൂടി ക്രീഡിക്കുന്ന ദേവസ്ത്രീകൾ നാരദ മഹർഷിയെ കണ്ടയുടനെ മഹർഷി ശപിക്കുമോ എന്ന് ഭയന്നിട്ട് പെട്ടെന്ന് തന്നെ വസ്ത്രമെടുത്ത് ഉടുത്തു എന്നാണ്. എന്നാൽ വിവസ്ത്രരായ ഈ യക്ഷന്മാർ മഹർഷിയെ കണ്ടിട്ടും വസ്ത്രം ധരിക്കാതെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ സ്വബുദ്ധിയുള്ളവർ അതല്ലെങ്കിൽ സ്വബോധമുള്ളവർ അങ്ങനെ ലജ്ജയില്ലാതെ നിൽക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരെ മദ്യപിച്ച് വിവേകം നഷ്ടപ്പെട്ട് നിൽക്കുകയാണെന്ന് നാരദ മഹർഷിക്ക് മനസ്സിലായി. പറഞ്ഞു, ശാന്തിമൃതേ കുതസുഖം ഭഗവത് ഭക്തി ഇല്ലാത്തവർക്ക് എവിടെയാണ് ശാന്തി? ശാന്തിയില്ലാത്തവർക്ക് എവിടെയാണ് സമാധാനം? സമാധാനമില്ലാത്തവർക്ക് എങ്ങനെയാണ് സുഖമുണ്ടാകുന്നത്? അപ്പോൾ സർവ്വവിധ സുഖസൗകര്യങ്ങളും ഉണ്ടെങ്കിലും സമാധാനം കിട്ടുന്നില്ലെങ്കിൽ ആ സുഖസൗകര്യങ്ങളെ കൊണ്ട് എന്താണ് പ്രയോജനം? ഇനി 5ാമത്തെ ശ്ലോകം. യുവാമവാപ്തോ കഗുഭാത്മതാം ചിരം ഹരിം നിരീക്ഷ്യാധപദം സ്വമാപ്നുദം ഇതീരിതൗ തൗ ഭവദീക്ഷണസ്പൃഹാം ഗതൗ വ്രജാന്തേ കഗുഭൗ ബഭൂവധുഃ. പദമുറിച്ച് പറയാം. യുവാം അവാപ്തൗ കഗുഭ ആത്മതാം ചിരം ഹരിം നിരീക്ഷ്യ അധ പദം സ്വം ആപ്നുദം ഇതി ഈരിതൗ
തൗ ഭവത് ഈക്ഷണസ്പൃഹാം ഗതൗ വ്രജാന്തേ കകുഭൗ ബഭൂവതുഃ. യുവാം ചിരം കകുഭാത്മതാം അവാപ്തൗ. നിങ്ങൾ രണ്ടുപേരും യുവാം എന്ന് പറയുമ്പോൾ രണ്ടുപേര്, ത്വം യുവാം യൂയം. ത്വം എന്ന് പറഞ്ഞാൽ നീ, യുവാം നിങ്ങൾ രണ്ടുപേര്, യൂയം എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും. ഏകവചനം, ദ്വിവചനം, ബഹുവചനം. അപ്പോൾ ഇവിടെ യുവാം നിങ്ങൾ രണ്ടുപേരും ചിരം കകുഭാത്മതാം വളരെ കാലം മരുതുമരങ്ങളായിട്ട് അവാപ്തൗ ഭവിച്ചിട്ട്, അഥ ഹരിം നിരീക്ഷ്യ പിന്നീട് ശ്രീഹരിയെ ദർശിച്ചിട്ട്, സ്വം പദം ആപ്നുതം സ്വന്തം സ്ഥാനത്തെ പ്രാപിക്കും. ഇത് ഈരിതൗ തൗ ഇപ്രകാരം പറയപ്പെട്ട അവര് ഭവത് ഈക്ഷണസ്പൃഹാം അങ്ങയെ, ഗുരുവായൂരപ്പ അങ്ങയെ കാണാൻ അത്യധികം ആഗ്രഹിച്ചുകൊണ്ട് വ്രജാന്തേ അമ്പാടിയിൽ കകുഭൗ ബഭൂവതുഃ മരുതുവൃക്ഷങ്ങളായി തീർന്നു. അപ്പോൾ കുബേരപുത്രന്മാർക്ക് എന്ന് പറയുമ്പോൾ മണിഗ്രീവ നളകുബരന്മാർക്ക് നാരദ മഹർഷിയുടെ ഈ ശാപം അനുഗ്രഹമായി തീർന്നു എന്ന് പറയാണ്. യോഗികൾക്ക് കൂടി ദുർലഭമാണ് ശ്രീകൃഷ്ണ ദർശനം. അങ്ങനെ ഒരു ശ്രീകൃഷ്ണ ദർശനത്തിന് അവസരം യോഗികൾക്ക് കൂടെ എന്താ പറയുക, അവർക്ക് കൂടെ കിട്ടാത്ത ഈ ദുർലഭമായ ആ ശ്രീകൃഷ്ണ ദർശനം ഇവിടെ നളകുബരന്മാർക്ക് ഈ എന്താ പറയുക നാരദ മഹർഷി അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ആ ശാപത്തിലൂടെ. അപ്പോൾ ഇവിടെ നാരദ മഹർഷി പറയാണ്, ഐശ്വര്യം വർദ്ധിക്കുമ്പോൾ വിവേകം കുറഞ്ഞു വരും. അജ്ഞാനത്തിൽ മുങ്ങിയതുകൊണ്ട് വിവസ്ത്രരാണ് എന്ന ഓർമ്മ പോലും ഇല്ലാത്ത വിധത്തിൽ ഐശ്വര്യം കൊണ്ട് മതിമറന്ന് ഇന്ദ്രിയങ്ങളെ ജയിക്കാതെ ജന്മം വ്യർത്ഥമാക്കുന്ന ഇവരെ അഹങ്കാരികളാകാതിരിക്കാൻ അതിനുവേണ്ടി അങ്ങനെയുള്ളൊരു ശാപം, അഹങ്കാരികളാകാതിരിക്കാൻ തക്ക ശാപം ഇവർക്ക് കൊടുക്കണം. അത്യന്ത നിന്ദിതൈ ദോഷൈ ജന്തു സ്ഥാവരതാം വ്രജേത്. അങ്ങനെ ഒരു നിയമമുണ്ട്. എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം നിന്ദിക്കപ്പെടേണ്ട ദോഷം ചെയ്യുന്നവരെ സ്ഥാവരമായിട്ട് ഭവിക്കും എന്ന ആ ഒരു നിയമം അനുസരിച്ച് ഇവരെ വൃക്ഷങ്ങളായി ഭവിക്കട്ടെ. 100 ദേവസംവത്സരം കഴിയുമ്പോൾ വസുദേവപുത്രനായി അവതരിച്ച ശ്രീകൃഷ്ണൻ ഇവരുടെ സമീപത്ത് വരും. ആ സമയത്ത് വൃക്ഷാവസ്ഥയിൽ നിന്ന് ഇവർ ദേവന്മാരായിട്ട് ഭവിക്കും. അന്ന് തുടങ്ങി നിങ്ങൾക്ക് ഭഗവാനിലെ ഭക്തിയും ഉണ്ടാകും. അപ്പോൾ ആ വൃക്ഷാവസ്ഥയിലും നിങ്ങൾക്ക് ഈ ശാപത്തിൻ്റെ ഓർമ്മയുണ്ടാകുമെന്നാണ്. അപ്പോൾ ആ വൃക്ഷത്തിൻ്റെ അവസരത്തിൽ എന്താ പറയുക അവസ്ഥയിൽ ആ വൃക്ഷങ്ങളായിട്ട് നിൽക്കുന്ന സമയത്തും ആ യക്ഷന്മാർക്ക് ആ ശാപവും അതുപോലെ ഇതിനു മുൻപത്തെ എന്തുകൊണ്ടാണ് ശാപം കിട്ടിയത്, എന്തുകൊണ്ടാണ് ഈ മരങ്ങളായിട്ട് നിൽക്കുന്നത് എന്നൊക്കെ നല്ല ഓർമ്മയുണ്ടാകും എന്നുകൂടെ നാരദ മഹർഷി പറയണവരോട്. അപ്പോൾ അങ്ങനെ വസുദേവപുത്രനായിട്ട് അവതരിച്ച കൃഷ്ണനെ കാണാൻ അപ്പോൾ അന്ന് തൊട്ട് ഇവർക്ക് ഭക്തി തുടങ്ങുകയാണ്. എന്തുകൊണ്ടാണ് എപ്പോൾ കൃഷ്ണനെ കാണും, കൃഷ്ണനെ എപ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ കൃഷ്ണനെ കാണാനുള്ള കൊതിയോട് കൂടിയിട്ട് അവർ അമ്പാടിയിലെ മരുതുവൃക്ഷങ്ങളായിട്ട് തീർന്നു എന്ന് പറയുകയാണ്. കുചേലോപാഖ്യാനത്തിലെ സുധാമാവ് കൃഷ്ണനെ കാണാൻ വേണ്ടി അങ്ങനെ പോകുമ്പോൾ സുധാമാവ് ചിന്തിക്കണതും ഇങ്ങനെ തന്നെയാണ്. കൃഷ്ണ സന്ദർശനം മഹ്യം കഥം സ്യാത് ഇതി ചിന്തയൻ. എപ്പോഴാണ് എനിക്ക് കൃഷ്ണനെ കാണാൻ സാധിക്കുക, എങ്ങനെയാണ് എനിക്ക് കൃഷ്ണനെ കാണാൻ സാധിക്കുക എന്ന് ചിന്തിച്ചു കൊണ്ടാണ് സുധാമാവ് അങ്ങോട്ട് ദ്വാരകയിലേക്ക് പോണത്. അപ്പോൾ ഇവിടെ അതുപോലെ ഈ മരുതവൃക്ഷങ്ങൾ അങ്ങനെ നളകൂപരന്മാർ അങ്ങനെ എപ്പോൾ ഭഗവാനെ കാണും എന്ന ആ കൊതിയോടുകൂടെ ആ മരങ്ങളായിട്ട് അങ്ങനെ കാത്തിരുന്നു എന്നിവിടെ മൽപ്പത്തൂർ പറയാണ്. ഇനി 6ാമത്തെ ശ്ലോകം. അതന്ത്രമിന്ദ്രദ്രുയുഗം തഥാവിധം സമേയുഷാമന്ധരഗാമിനാ ത്വയാ തിരായിതോലൂഖലരോധനിർധുതൗ ശിരായ ജീർണൗ പരിപാദിതൗ തരൂ. പദം മുറിച്ച് പറയാം. അതന്ത്രം ഇന്ദ്രദ്രുയുഗം തഥാവിധം സമേയുഷ മന്ധരഗാമിന ത്വയാ തിരായിത ഉലൂഖല രോധ നിർധുതൗ ചിരായ ജീർണൗ പരിപാദിതൗ തരൂ.
തഥാവിധം ഇന്ദ്രദ്രുയുഗം ഇപ്രകാരമുള്ള 2 മരുതുവൃക്ഷങ്ങളെ മന്ധരഗാമിന മെല്ലെ മെല്ലെ നടന്ന് അതന്ത്രം മടികൂടാതെ സമേയുഷ സമീപിച്ച ത്വയ അങ്ങയാൽ ചിരായ ജീർണൗ തരൂ കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ച ആ 2 വൃക്ഷങ്ങളെ. തരൂ എന്ന് പറയുമ്പോൾ ദ്വിവചനമാണ്. തരുഹു തരൂ തരവഹ, ഏകവചനം ദ്വിവചനം ബഹുവചനം. അതിൽ തരുഹു എന്ന് പറയുമ്പോൾ വൃക്ഷം, തരൂ എന്ന് പറയുമ്പോൾ 2 വൃക്ഷങ്ങൾ, തരവഹ എന്ന് പറയുമ്പോൾ വൃക്ഷങ്ങൾ. അപ്പോൾ ഇവിടെ 2 വൃക്ഷങ്ങൾ കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ച ആ 2 വൃക്ഷങ്ങൾ. തിരായുധ ഉലൂഖല രോധ നിർധുതവും വിലങ്ങനെ ചെന്ന് കുടുങ്ങിയ ഉരലിൻ്റെ തടസ്സം കൊണ്ട് പരിപാതിതവും കടപുഴകി തട്ടിയിട്ടു, കടപുഴകി വീണു. അപ്പോൾ അപ്രകാരം അവിടെ നിന്നിരുന്ന മരുതുവൃക്ഷങ്ങളെ മെല്ലെ മെല്ലെ നടന്ന് എന്ന് പറയുമ്പോൾ കൃഷ്ണൻ വളരെ ചെറിയ കുട്ടിയാണല്ലേ, പിച്ച വെച്ച് നടക്കണ പ്രായമാണ്. പോരാത്തതിന് ഇത്രയും വലിയ ഉരലും വലിച്ചിട്ടാണ് നടക്കണത്. അപ്പോൾ അങ്ങനെ മെല്ലെ മടികൂടാതെ നടന്ന് വൃക്ഷങ്ങളുടെ അടുത്തെത്തിയിട്ട് ആ 2 വൃക്ഷങ്ങളുടെ നടുവിൽ കൂടെ നടക്കുകയാണ്. ഇടയിൽ കൂടെ ആ വൃക്ഷങ്ങളുടെ ഇടയിൽ കൂടെ കയറിയപ്പോൾ ഉരല് അവിടെ തടഞ്ഞു എന്ന് പറയുമ്പോൾ നേരെ നിന്ന ആ ഉരലിനെ മറിച്ചിട്ടിട്ടാണ് വലിച്ചുകൊണ്ട് പോണത്. അപ്പോൾ അങ്ങനെ വിലങ്ങനെ നിന്നു എന്ന് പറയുമ്പോൾ ഉരല് ആ 2 മരങ്ങളുടെ ഇടയിൽ വിലങ്ങനെ നിന്നപ്പോൾ മുന്നോട്ട് പോകാൻ സാധിക്കാതെ ശക്തിയായിട്ട് വലിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ആ മരങ്ങൾ 2ഉം കടപുഴകി വീണു. 2 മരം ഒരുമിച്ച് കടപുഴകിയിട്ട് അങ്ങനെ വീഴുകയാണ്. അപ്പം അങ്ങനെ നാരദ മഹർഷിയുടെ വാക്കിനെ സത്യമാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ യാതൊരു മടിയും കൂടാതെ ഉരലും വലിച്ചു നടന്നു എന്ന് പറയാണ്. ഇനി 7ാമത്തെ ശ്ലോകം. അഭാജിശാഖിദ്വിദയം യഥാ ത്വയാ തദൈവ തദ്ഗർഭതലാന്നിരേയുഷാ മഹാത്യുഷാ യക്ഷയുഗേന തക്ഷണാത് അഭാജി ഗോവിന്ദ ഭവാനഭിസ്തവൈ. പദമുറിച്ച് പറയാം. അഭാജി ശാഖി ദ്വിദയം യഥാ ത്വയാ തദൈവ തത് ഗർഭതലാത് നിരേയുഷാ മഹാത്യുഷാ യക്ഷയുഗേന തക്ഷണാത് അഭാജി ഗോവിന്ദ ഭവാൻ അഭി സ്തവൈഹി. ഗോവിന്ദ യഥാ ത്വയാ, ഗോവിന്ദ ഗുരുവായൂരപ്പ എപ്പോഴാണോ അങ്ങയാൽ ശാഖീദ്യുദയം 2 വൃക്ഷവും അഭാജി തകർക്കപ്പെട്ടുവോ തഥാ ഏവ അപ്പോൾ തന്നെ തത് ഗർഭതലാത് അവയുടെ ഉള്ളിൽ നിന്ന് നിരേയുഷ പുറത്തു വന്ന മഹാത്യുഷ യക്ഷയുഗേന മഹാതേജസ്വികളായ 2 യക്ഷന്മാരെ തക്ഷണാത് അപ്പോൾ തന്നെ ഭവാൻ സ്തവൈഹി അഭാജി അഭി അങ്ങയെ സ്തോത്രങ്ങൾ കൊണ്ട് സേവിക്കുകയും ചെയ്തു. അപ്പോൾ മേൽപ്പത്തൂർ പറയുകയാണ്, ഭഗവാനെ ഗോവിന്ദ എപ്പോഴാണ് അവിടുന്ന് ആ മരങ്ങളെ തട്ടിമറിച്ചിട്ടത് ആ സമയത്ത് ആ മരങ്ങളുടെ ഉള്ളിൽ നിന്ന് മഹാതേജസ്വികളായ ആ യക്ഷന്മാർ അതിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ഭഗവാനെ സ്തുതിച്ചു. അപ്പോൾ ഇവിടെ അഭാജി എന്ന വാക്ക് 2 തവണ വന്നിട്ടുണ്ട്. 2നും 2 അർത്ഥമാണ്. ആദ്യത്തെ അഭാജിക്ക് തകർക്കപ്പെട്ടു എന്ന് അർത്ഥം. രണ്ടാമത് വരുന്ന അഭാജി എന്ന വാക്കിന് സേവിക്കുക എന്നും അർത്ഥം. ഇനി 8ാമത്തെ ശ്ലോകം. ഇഹാന്യഭക്തോപി സമേഷ്യതി ക്രമാത് ഭവന്തമേതോ ഖലു രുദ്രസേവകൗ മുനിപ്രസാദാത് ഭവദംഘ്രിമാഗതൗ ഗതൗ ഋണാനോ ഖലു ഭക്തിമുത്തമാം. പദമുറിച്ച് പറയാം. ഇഹ അന്യഭക്തഃ അപി സമേഷ്യതി ക്രമാത് ഭവന്തം ഏതൗ ഖലു രുദ്രസേവകൗ മുനിപ്രസാദാത് ഭവത് അംഘ്രിം ആഗതൗ ഗതൗ ഋണാനൗ ഖലു ഭക്തിം ഉത്തമാം. ഇഹ അന്യഭക്തഃ അപി ലോകത്തില് അന്യദേവതാഭക്തന്മാരും ക്രമത്തില് ഭവന്തം സമേഷ്യതി ഖലു അങ്ങയെ പ്രാപിക്കും നിശ്ചയം. ഏതോ രുദ്രസേവകവും ഈ ശിവഭക്തന്മാര് മുനിപ്രസാദാത് നാരദ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് ഭവത് അംഘ്രിം അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ എത്തിച്ചേർന്നിട്ട് ഉത്തമാ ഭക്തി മൃണാനൗ ശ്രേഷ്ഠമായ സാത്വിക ഭക്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഗതൗ ഖലു മടങ്ങിപ്പോയല്ലോ. അപ്പോൾ ഇവിടെ
അന്യദേവന്മാരെ ഭജിക്കുന്നവരും ക്രമത്തിൽ ഭഗവാനെ പ്രാപിക്കും എന്ന് മേൽപ്പത്തൂർ തീർച്ചപ്പെടുത്തി. തീർച്ചയായിട്ടും അങ്ങനെ വരും എന്ന് പറയുകയാണ്, ഇവിടെ തീർച്ചപ്പെടുത്തുകയാണ്. ഈ കുബേരപുത്രന്മാർ ശിവഭക്തരായിരുന്നല്ലോ, എന്നിട്ടും ശ്രീനാരദ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് വൃക്ഷങ്ങളായി മാറിയിട്ട് ഗുരുവായൂരപ്പ അങ്ങയുടെ പാതാരബിന്ദത്തിൽ എത്തിച്ചേർന്ന് സാത്വിക ഭക്തി നേടിയിട്ട് എന്ന് പറയുമ്പോൾ ശാപമുക്തരായിട്ട്, ആ സാത്വിക ഭക്തിയിലൂടെ ശാപമുക്തരായിട്ട് യക്ഷലോകത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയല്ലോ. ഗതൗ ഖലു, മടങ്ങിപ്പോയല്ലോ. ഇനി 9ാമത്തെ ശ്ലോകം. തതസ്തരുദാരണദാരുണാരവ പ്രകമ്പി സമ്പാദിനി ഗോപമണ്ഡലേ വിലജ്ജീതത്വജ്ജനനീ മുഖേക്ഷിണാം വിമോക്ഷി നന്ദേന ഭവാൻ വിമോക്ഷത. പദമുറിച്ച് പറയാം. തതഃ തരു ധാരണ ദാരുണ ആരവ പ്രകമ്പി സമ്പാദിനി ഗോപമണ്ഡലേ വിലജ്ജിത ത്വത് ജനനീമുഖ ഈക്ഷിണ വിമോക്ഷി നന്ദേന ഭവാൻ വിമോക്ഷതഃ. തതഃ ഗോപമണ്ഡലേ, അനന്തരം ഗോപസമൂഹം തരു ധാരണ ദാരുണ ആരവ, 2 വൃക്ഷങ്ങൾ, ആ 2 വൃക്ഷങ്ങൾ കടപുഴകി വീണതുകൊണ്ടുണ്ടായ ദാരുണ ആരവ, ഭയങ്കര ശബ്ദം കേട്ടിട്ട് പ്രകമ്പി സമ്പാദിനി, പേടിച്ച് വിറച്ച് ഓടിയെത്തിയപ്പോൾ വിലജ്ജിത ത്വത് ജനനി മുഖ ഈക്ഷിണ, അങ്ങയുടെ അമ്മയുടെ ലജ്ജ കൊണ്ട് കുനിഞ്ഞ മുഖത്ത് ദേഷ്യപ്പെട്ടു നോക്കുന്ന നന്ദേന, നന്ദനാൽ വിമോക്ഷത, മോക്ഷം നൽകുന്ന ഭവാൻ, അവിടുന്ന് വിമോക്ഷി, വിമോചിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ കുബേരപുത്രന്മാർ ഭഗവാനെ വന്ദിച്ചു പോയതിന് ശേഷമാണ് വൃക്ഷങ്ങൾ കടപുഴകി വീണപ്പോഴുണ്ടായ ആ ഭയങ്കരമായ ശബ്ദം ഗോപന്മാരും മറ്റുള്ളവരൊക്കെ കേൾക്കണത്. അപ്പോൾ ആ ശബ്ദം കേട്ട് പേടിച്ച് വിറച്ച് നന്ദനും ഗോപന്മാരും ഒക്കെ അവിടെ ഓടിയെത്താണ്. ആ സമയത്ത് അവിടെ ഉണ്ണിക്ക് താൻ കൊടുത്ത ശിക്ഷ കുറച്ച് കൂടിപ്പോയി എന്ന് കരുതിയിട്ട് യശോദ മുഖം കുനിച്ച് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ മുഖം കുനിച്ച് നിൽക്കുന്ന ആ യശോദയെ ലേശം ഈർഷ്യയോട് കൂടിയിട്ട്, ചെറുതായിട്ടൊന്ന് ദേഷ്യത്തോട് കൂടിയിട്ട്, യശോദ നീ ചെയ്തത് കുറച്ച് കടുപ്പമായി പോയി എന്ന രീതിയിൽ നന്ദഗോപരെ യശോദയെ ഒന്ന് നോക്കിയിട്ട് മേൽപ്പത്തൂർ പറയാണ്, ഗുരുവായൂരപ്പ, സർവർക്കും മുക്തിയെ കൊടുക്കുന്ന അങ്ങയെ നന്ദഗോപരെ മോചിപ്പിച്ചു. പുണ്ണി എന്ന് പറഞ്ഞാൽ ഉണ്ണിയുടെ കെട്ടഴിച്ചു വിട്ടു എന്നർത്ഥം. അപ്പോൾ കണ്ണന് ഇത്രയും ശിക്ഷ കൊടുക്കേണ്ടിയിരുന്നില്ല, അങ്ങനെയൊക്കെ, അപ്പോൾ ആ കൊടുത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ള ആ ചിന്തയോട് കൂടിയിട്ട് യശോദ അങ്ങനെ മുഖം കുനിച്ച് താഴേക്ക് നോക്കി കുറച്ച് ലജ്ജയോടെ അങ്ങനെ നിൽക്കുമ്പോൾ നന്ദഗോപര് വന്നിട്ട് കുറച്ച് ദേഷ്യത്തോട് കൂടിയിട്ട് ഇത്രയ്ക്കൊന്നും വേണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ യശോദയെ ഒന്ന് നോക്കിയിട്ട് ഭഗവാനെ ആ കെട്ടിയിട്ട് ആ കയറ് അഴിച്ചിട്ട് ഭഗവാനെ ആ ബന്ധനത്തിൽ നിന്ന് നന്ദഗോപരെ അഴിച്ചു വിട്ടു എന്ന് പറയാണ്. നീ 10ാമത്തെ ശ്ലോകം. മഹീരുഹോർമധ്യഗതോ ബദാർഭഗോ ഹരേ പ്രഭാവാദ പരീക്ഷതോധുനാ ഇതി ബ്രുവാണേർഗമിതോ ഗൃഹം ഭവാൻ മരുത്പുരാധീശ്വര പാഹി മാം ഗദാത്. പദമുറിച്ച് പറയാം. മഹീരുഹോഹോ മധ്യഗതഃ ബദ അർഭകഃ ഹരേഃ പ്രഭാവാത് അപരീക്ഷതഃ അധുനാ ഇതി ബ്രുവാണൈഃ ഗമിതഃ ഗൃഹം ഭവാൻ മരുത്പുരാധീശ്വര പാഹി മാം ഗദാത്. മഹീരുഹോഹോ മധ്യഗതഃ അർഭകഃ, 2 മരങ്ങളുടെ ഇടയിൽപ്പെട്ട കുട്ടി അധുന ഇപ്പോൾ ഹരേഹേ പ്രഭാവാത്, ഹരിയുടെ ശക്തി കൊണ്ട്, ഹരിയുടെ അനുഗ്രഹം കൊണ്ട്, അപരീക്ഷിത ബദ, ഒരു കേടും പറ്റാതെ, ഒരു കേടും കൂടാതെ രക്ഷപ്പെട്ടു. അദ്ഭുതം. ഇതി ബ്രുവാണൈഹി, ഇപ്രകാരം പറയുന്ന ഗോപജനങ്ങൾ ഭവാൻ, അങ്ങയെ ഗോപിഗോപന്മാർ ഗൃഹം ഗമിത, ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി. മരുത്പുരാധീശ്വര, ഗുരുവായൂരപ്പ, മാം ഗദാത് പാഹി, എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ.
അപ്പോൾ രണ്ട് മരങ്ങളുടെയും ഇടയിൽ പെട്ടിട്ടും ഉണ്ണി രക്ഷപ്പെട്ടുവെങ്കിൽ, ഇങ്ങനെ രണ്ട് മരങ്ങളുടെ നടുവിൽ പെട്ടുപോയിട്ടും ആ ഉണ്ണിക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്, ഇത് അത്ഭുതം തന്നെയാണ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗോപജനങ്ങൾ മേൽപ്പത്തൂർ പറയാൻ, ഗുരുവായൂരപ്പ അങ്ങയെ ഗൃഹത്തിലേക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ ഉണ്ണിയെയും എടുത്ത് ഗോകുലത്തിലേക്ക് പോയി, അവരുടെ ഗൃഹത്തിലേക്ക് പോയി. അപ്രകാരമുള്ള അവിടുന്ന് ഈ രോഗത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന മേൽപ്പത്തൂരിൻ്റെ പ്രാർത്ഥനയോട് കൂടിയിട്ട് 48ാമത്തെ ദശകം ഉപസംഹരിക്കുന്നു. ഹരേ കൃഷ്ണ.